മുത്തുനബി അതാ സ്വഹാബികളോട് പറയുന്ന ഒരു ദിവസം നമസ്കാരം കഴിഞ്ഞു. പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ഞാൻ ഇന്നലെ സ്വർഗം കണ്ടു. സ്വഹാബാ, ഞാൻ ഇന്നലെ സ്വർഗം കണ്ടു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഞാൻ സ്വർഗത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ എന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. എന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകുന്നു. അല്ലാഹുവിന്റെ റസൂലിന് നല്ല പരിചയമുള്ള ചെറുപ്പക്കാരനാണ്. പക്ഷേ ആരാണെന്ന് തിരിച്ചറിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നിൽക്കുമ്പോ മലക്കുകൾ പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, ആ പോകുന്ന ചെറുപ്പക്കാരൻ ആരെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ബിലാൽ. അത് ബിലാലാണ് നബിയെ. മലക്കുകളാണ് പറഞ്ഞു കൊടുക്കുന്നത്, അത് ബിലാലാണ് നബിയെ. അല്ലാഹുവേ, ആരാ ബിലാലാരാ? കറുത്തവനായ നീഗ്രയായ മുടിയെല്ലാ ചുരുണ്ടുപോയ അടിമയായ ബിലാലിനെ കുറിച്ചാണ് മലക്കുകൾ പറയുന്നത്. അല്ലാഹുവേ, പടച്ചവര്, ബിലാൽ നമുക്ക് മറക്കാൻ കഴിയുമോ? ബിലാൽ എന്ന പേര് പറയുമ്പോഴേ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് മഹാനായ ബിലാൽ തങ്ങളെ നമുക്ക് ഓർമ്മ വരുമല്ലോ. ചുട്ടുപഴുത്ത് കിടക്കുന്ന മലരാരുണ്യത്തിലെ മലർത്തി കിടത്തികെട്ട് കരിമ്പാറയെടുത്ത നെഞ്ചത്ത് വെച്ചിട്ട് അവിടെ നിന്ന് തല്ലി ചതയ്ക്കുമ്പോഴും അല്ലാഹു വഹദ്, എടാ ഇവിടെ കിടന്നു പട്ടിണി കിടന്ന് ചാകടാ, വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ മരുഭൂമിയിൽ കിടത്തുമ്പോ, ഇന്ന് നോമ്പ് പിടിച്ചിട്ട് നമ്മുടെ തൊണ്ട വരടുമ്പോ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എങ്ങനെ ചെറുപ്പക്കാരാ, പഴുത്ത് കിടക്കുന്ന മലരാരുണ്യത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റിയിട്ട് അതാ ചാട്ടമാറ് കൊണ്ട് തല്ലി ചതയ്ക്കുമ്പോ തൊണ്ട വറ്റി വരണ്ടിട്ട് ബിലാൽ തങ്ങൾ വിളിച്ചു ചോദിച്ചു, എനിക്കിത്തിരി വെള്ളം തരുമോ? ഇല്ലെങ്കിൽ ഞാൻ തൊണ്ട പൊട്ടികെട്ട് മരിച്ചു പോകുമെന്ന് പറയുമ്പോ ഒട്ടകത്തിന്റെ മൂത്രമെടുത്ത് വായിലേക്ക് ഒടിച്ചു കൊടുത്തടാ ചെറുപ്പക്കാരാ. ആ ബിലാൽ തങ്ങളാണ് പടച്ചവനെ അല്ലാഹുവിന്റെ പ്രവാചകന് ആദ്യമായിട്ട് ബാങ്ക് വിളിക്കാൻ തെരഞ്ഞെടുത്ത ബിലാല്. അല്ലാഹുവിന്റെ റസൂൽ അവസാനം മക്ക വിജയത്തിന് ശേഷം അതാ കഅബാലയത്തിന്റെ മുന്നിൽ നിന്ന് മുകളിൽ കയറി ബാങ്ക് വിളിക്കാൻ അവിടെ നിന്ന് അനുവാദം കൊടുക്കുമ്പോ എല്ലാവരും അത്ഭുതത്തോടെ നിൽക്കുകയാണ്. ആരുടെ പേരാണ് പറയുന്നത്? മുത്തുനബി പറഞ്ഞു, ബിലാല് കേറ്, ബിലാല് ബാങ്ക് വിളിക്കാൻ കേറ്, ബിലാല്. ബിലാല് തങ്ങൾ അതിന്റെ മുകളിലേക്ക് കേറുമ്പോ കാല് തെറ്റിയെട്ടി വീഴാ പോകുമ്പോ മുത്തുനബി തന്റെ ചുമല് കാണിച്ചു കൊടുക്കുകയാ. ചവിട്ട് ബിലാല്. ആ ബിലാല് തങ്ങളാണ് സ്വർഗത്തിലെ തന്റെ മുന്നിലൂടെ നടന്നു പോകുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ സ്വഹാബികളോട് പറയുമ്പോ ബിലാൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. മുത്തുനബിയുടെ മുന്നിൽ ബിലാൽ ഇരിപ്പുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഐന ബിലാൽ, എവിടെ എന്റെ ബിലാൽ? എവിടെ? ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാനിവിടെയുണ്ട് നബിയേ, ഞാനിവിടെയുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ബിലാലേ, സ്വർഗത്തിൽ ഞാൻ എന്റെ മുന്നിൽ നിന്നെ കണ്ടു ബിലാലു, നിനക്ക് ഈ പ്രതിഫലം കിട്ടാറുള്ള കാരണം എന്താണ്? നിനക്ക് ഈ പ്രതിഫലം കിട്ടാറുള്ള കാരണം എന്താണ്? നിന്റെ ജീവിതത്തിൽ എന്ത് സൽക്കർമ്മമാണ് ചെയ്യുന്നത് ബിലാൽ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുമ്പോൾ ബിലാല് തങ്ങള് അള്ളാന്റെ റസൂല് ചോദിച്ചു, ബിലാലെ, സ്വർഗത്തി എന്റെ മുന്നിലാണ് നിന്നെ കണ്ടത്, നീ എന്ത് നല്ല കാര്യമാ ചെയ്യണമെന്ന് പറ. അറിയാഞ്ഞിട്ടൊന്നുമല്ല, എങ്കിലും സ്വഹാബികൾക്ക് പഠിക്കാൻ, നമുക്കൊക്കെ പഠിക്കാൻ. എന്തേ ബിലാലെ നിന്റെ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് ചെയ്യുന്ന സൽക്കർമ്മം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബിലാല് തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് എപ്പോഴും ഒളിവുണ്ടാകും നബിയേ. ബിലാൽ തങ്ങൾക്കൊരു ഗുണമുണ്ടായിരുന്നു, എപ്പോഴും ഒളിവോടുകൂടിയാണ് നടക്കുന്നത്, എപ്പോഴും ഒളിവോടുകൂടിയാണ് നടക്കുന്നത്. പടച്ചവനെ, ദായിമുൽ
എപ്പോഴും ശുദ്ധിയായി നടക്കുന്ന മനുഷ്യന്, എപ്പോഴും ഒലുവെടുത്തിട്ട് നടക്കുന്ന മനുഷ്യന്, ആ മനുഷ്യനെ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എപ്പോഴും ഒലുവോടുകൂടി ശുദ്ധിയോടുകൂടി നടക്കുന്നവർ, അവരെ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ ജനാബത്ത് കുളി പോലും കുളിക്കണില്ല പെണ്ണുങ്ങൾ. രാത്രി ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരികമായി ബന്ധപ്പെട്ടു. എത്ര പേരാ രാത്രി തന്നെ കുളിക്കണമെന്നാണ്, രാത്രി തന്നെ. അതുകൊണ്ടാണല്ലോ ഹദീസിന്റെ കിതാബുകളിൽ കാണാം, നിങ്ങൾ നിങ്ങളുടെ ഔറത്തൊന്ന് കഴുകുകയെങ്കിലും ചെയ്യണേ. ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഔറത്തുകൾ കഴുകണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് രാത്രി നിങ്ങൾ കുളിക്കാൻ പറ്റണം. ചിലര് രാവിലെ എഴുന്നേറ്റ് കുളിക്കും, ചില താത്താമാര് കുളിയൊന്നുമില്ല, രാവിലെ എഴുന്നേറ്റ് ചായ വെച്ചു, നാസ്ത വെച്ചു, ചോറ് വെച്ചു, 2 മണിക്കൊക്കെയാ കുളിക്കണം. എന്നാലും വലിയ അശുദ്ധിക്കാരി ഹൈലിന്റെ കുളി ശുദ്ധിയായാലും കുളിക്കൂല. മലക്കുകൾ നിന്നെ ശാപിക്കും താത്ത, വെറുതെ വിടുവോ നിന്നെ അള്ളാന്റെ മലക്കുകൾ മുഴുവനും ഈ പ്രപഞ്ചത്തിലെ സർവ്വ ചരാചരങ്ങളും നിന്നെ ശപിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പിന്നല്ലേ ഇവിടെ ഒതുവെടുത്തിട്ട് നടക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, 24 മണിക്കൂറും ഒതുവെടുത്തിട്ട് നടക്കുന്ന മനുഷ്യനെ മലക്കുകൾക്ക് വലിയ സ്നേഹമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 24 മണിക്കൂർ ഒതുവെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. നിങ്ങൾ എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഒതുവെടുക്കുമല്ലോ നിസ്കരിക്കാൻ. 5 വഖത്ത് നിസ്കരിക്കുന്നതിന് വേണ്ടി ഒളുവെടുക്കുന്ന സമയത്തെങ്കിലും നേരെ ജുബ എടുത്താൽ മതി. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ ആലോചിക്കേ, നിങ്ങളൊന്ന് ആലോചിക്കേ, ഇന്ന് ഏതെങ്കിലും ഒരു വഖത്ത് നിസ്കരിക്കുമ്പോൾ പള്ളി ഹൗദിന്റെ കരയിൽ ഒന്ന് നിന്നാ കാണാം പല മോഡലിലുള്ള ഒളുവെടുപ്പുകൾ കാണാം. പല സെക്ഷനാ. ഏത് മദ്ഹബാന്നൊന്നും ചോദിക്കരുത്. നിങ്ങൾ നോക്കിയാൽ മതി. ഇന്നിപ്പോ നോക്കിയേ, കൈയുടെ മുട്ട് വരെ വെള്ളം കോരി കൈയുടെ മുട്ടുൾപ്പെടെ കഴുകണം. ഇനി അതിലേക്ക് ഇത്തിരി കൂടെ മുകളിലേക്ക് കഴുകി അതിന് വേറെ പ്രതിഫലം. ഇങ്ങനല്ലേ കൈ കഴുകണ്ടേ? അങ്ങനല്ലേ ഇപ്പൊ കഴുകണ്ടേ? എന്നാ ഹൗദിന്റെ കരയിൽ നിന്നാ മതി. ചില ചെറുപ്പക്കാർ ഓടി ഇങ്ങോട്ട് വരും. ഓന് പിന്നെ സമയമില്ലാത്തത് കൊണ്ട് അവൻ നേരെ ഇങ്ങോട്ട് വന്നിട്ട് കൈ അങ്ങോട്ട് ചുരുട്ടിയിട്ട് ഹൗദിനകത്തിട്ട് 3 മുക്കലായി എക്സസൈസ്. അവന് വെള്ളം കോരി കഴുകാൻ തലയിടാൻ പറ്റുമെങ്കിൽ അതിനകത്തിട്ടരാം. ചെറുപ്പക്കാരൊക്കെ 3 മുടി നനഞ്ഞാ മതി, ഒക്കെ സമ്മതിച്ചു. പക്ഷേ ഹൗദിന്റെ തടകല ഇങ്ങനെ. എന്താടാ നിന്റെ കൈ ഇത്തിരി മുകളിലേക്ക് കയറിയ ഒടിഞ്ഞുകൂടി, നഷ്ടം നിനക്കില്ലല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ ഒതുവെടുപ്പൊക്കെ വലിയ മോഡലാ. എന്തൊക്കെ കാണണമെന്നറിയാവോ? അല്ലാഹു ആലം. നരകത്തിൽ പോകാനുള്ള ഒതുവെടുപ്പ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തിനാ ഒതുവെടുക്കുന്നതെന്ന് അറിയൂ? ഈ ഒളുവിന്റെ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ നീ ഹൗദിന്റെ കരയെ കടന്നേ, വീട്ടിലേക്കും പോത്തില്ല. ഒളുവെടുത്താൽ ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം, ഇതിനെ കുറിച്ച് നീ അറിഞ്ഞിരുന്നെങ്കിൽ. അതുകൊണ്ടാ പണ്ടുള്ള ആൾക്കാര് മഹാന്മാര് ഒളുവെടുക്കുമ്പോ കരഞ്ഞത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്തോ ഒളു തന്നെ എടുക്കുന്ന നിസ്കാരത്തിൽ ഇപ്പൊ എന്തിപ്പാ അല്ലേ? 2 ചെറുപ്പക്കാര് മഗ്രിബ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയതാ. പള്ളിയിൽ ചെന്നപ്പോ ഉസ്താദ് അവസാനത്തെ അത്തഹിയ്യാത്തിരിക്കുക. ഉസ്താദ് അവസാനത്തെ അത്തഹിയ്യാത്തിൽ. അപ്പൊ 2 പേരിൽ ഒരുത്തൻ ഒളുവെടുക്കാൻ പോയി, ഒരുത്തൻ പിന്നെ നേരെ അങ്ങ് പള്ളിക്കകത്ത് കയറി പോയി നിസ്കരിച്ചു. നിസ്കാരം എല്ലാം കഴിഞ്ഞ് 2 പേരും കൂടെ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോ ഈ ഒളുവെടുക്കാൻ പോയവനോട് ചോദിച്ചു, അളിയാ നിനക്ക് കിട്ടിയോടെ നിസ്കാരം? ഓ, ഞാൻ ഒളുവെടുത്തിട്ടൊക്കെ പോയപ്പോഴത്തേക്ക് അയാളെ നിസ്കാരം എല്ലാം കഴിഞ്ഞടേ, പിന്നെ ഒറ്റയ്ക്കാ നിസ്കരിച്ചേ. അപ്പൊ മറ്റേവൻ പറയാ, ഓ അള്ളാണ്, ഞാനെങ്ങാണോ ഒളുവെടുക്കാൻ പോയിരുന്നെങ്കിൽ എന്റേതും പോയേനെ എന്ന് പറഞ്ഞ് ഇവ ഒളുപോലും എടുത്തിട്ടില്ല. ഇവ ഒളുവെടുക്കാതെ നിസ്കരിച്ച്. നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട. അവൻ നേരെ പള്ളിക്കകത്ത് പോയി, നമ്മൾ ഹൗദിന്റെ കരയെ വരെ പോയിട്ട് പോകുന്നു. അത്രയേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മളവിടെ ചെന്നിട്ട് ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ ആർക്കറിയാത്തത്, ഇന്നത്തെ ചെറുപ്പക്കാരുടെ മുടിയിലൊക്കെ അടിച്ചിരിക്കണ പെയിന്റൊക്കെ കണ്ടാ അറിയാലോ. എടാ ഒതുവെടുത്താൽ ശരിയാവൂല എന്ന് ഓന് തന്നെ നല്ലപോലെ അറിയാം. അതുകൊണ്ടാണല്ലോ മറ്റേ മെഷീനൊക്കെ വെച്ച് ഉണക്കി അങ്ങോട്ട് എടുക്കണത്, പെയിന്റ് അടിച്ച് ഉണക്കി എടുക്കണേ. ഇതറിയാത്ത ഏത് ചെറുപ്പക്കാരനാണ്? ഞാൻ പറഞ്ഞത് അതാണ്, നീ പള്ളിയിലെങ്ങും പോണ്ടാട്ടാ. എന്റെ ചെറുപ്പക്കാരോട് പറഞ്ഞു, നീ പള്ളിയിൽ പോയാ നീ നരകത്തിൽ പോത്തേ ഉള്ളൂ. നിന്റെ ആക്കിപത്ത് മോശമായി പോകും. നീ പള്ളിക്കകത്ത് ഒതുവില്ലാതെ കയറി അള്ളാനെ കളിയാക്കുന്ന എന്തിനാ? ഈ മുടിക്കകത്ത് കളർ പഠിച്ച് പെയിന്റ് പഠിച്ച് കിടക്കുക ചെറുപ്പക്കാർ. പെണ്ണുങ്ങളൊക്കെ കയ്യിലൊക്കെ പോയി ഓരോ സാധനങ്ങൾ തെച്ചിട്ട് നടക്കുന്നവരുണ്ട്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തിനാ അള്ളാനെ കളിയാക്കണേ? പള്ളിയിൽ പോയില്ലെങ്കിൽ പോയില്ല എന്നുള്ള ആ പാവമല്ലേ ഉള്ളൂ. നിസ്കരിച്ചില്ല, എന്തിനാ അള്ളാന്റെ മുന്നിൽ പോയി നിന്നൊരു കോമാളിത്തരം കാണിക്കണം? അള്ളാനെ കളിയാക്കുന്ന പാവം കൂടെ. ഒതുവില്ലാതെ നിസ്കരിച്ച പാവമല്ലേ? നീ ഹൗദിന്റെ കരയിൽ നിന്നിട്ട് ഈ മുടിയിട്ടുകൊണ്ട് പോയിട്ട് നീ വെള്ളം കോരി നനച്ചാൽ അത് നനയൂല, നിനക്കറിയാം. കീറി പറഞ്ഞ പാൻറ് വിട്ടുകൊണ്ട് നേരെ ഒരു പാൻറ് ഇടാ, നല്ല പാൻറ് ഇടാ മക്കളെ. പൈസ കൊടുത്തിട്ട് കീറി പറഞ്ഞിട്ട് ഔറത്തല്ലേടാ, ഔറത്തല്ലേ ചെറുപ്പക്കാരാ. നല്ല പാൻറ്റൊക്കെ മേടിച്ചിട്ട് കീറി പറഞ്ഞ ഒരു പാൻറ് വിട്ടുകൊണ്ട് പള്ളിക്കകത്ത് കയറി പോയി നിന്നിട്ട് പടച്ചോന്റെ റൊബി നിന്നിട്ട് എന്താ കാണിക്കണം? അള്ളാനെ കളിയാക്കിയിട്ട് ആക്കിബത്ത് മോശമായി പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പെങ്ങന്മാരെ ഒതുവെടുക്കുന്ന നിസ്കരിക്കുക. പെണ്ണുങ്ങളുടെ ഒതുവെടുപ്പ് എന്ന് പറഞ്ഞാൽ വസുവാസിൽ ഹന്നാസ് എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടല്ലോ. എന്താപ്പാ, ഒരു ടാങ്ക് വെള്ളം മൊത്തം കളയുന്ന പെണ്ണുങ്ങളുണ്ട്.
ഒരു ടാങ്ക് ഈ അടുത്തൊരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് എന്റെ മൂക്ക് 18 വയസ്സാ ഉസ്താദ്, കുളിക്കാൻ കയറിയ ഇറങ്ങണില്ല ഉസ്താദ്, ഒതുവെടുക്കാൻ പോയ പൈപ്പ് തുറന്നങ്ങ് വിട്ടിരിക്കുക, വല്ല പരിഹാരം? ഞാൻ പറഞ്ഞു പച്ചമടല് വെട്ടിയിട്ട് തല്ലാൻ പറഞ്ഞു, വേറെന്ത് ചെയ്യാൻ? അതേ ഉള്ള വഴി, വേറൊന്നുമില്ല. വസ്വാസ് എന്ന് പറയുന്നത് ഒരു രോഗമാണ്. വസ്വാസ് എന്ന് അതൊരു ശൈത്താന്റെ ഉപദ്രവം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതെ, ആർക്കാ ഉണ്ടാവണേ? അത് ആർക്കാ ഉണ്ടാവണേ? കക്കൂസി പോകുമ്പോഴും മൊബൈലും കൊണ്ടാ കയറണേ. അതിനകത്തിരുന്നിട്ട് പഠിച്ചാനെ ഉത്തര വാട്സപ്പ് എവിടെ? കക്കൂസിന്റെ അകത്ത്. എടാ, അത് ശൈത്താൻ താമസിക്കുന്ന സ്ഥലമാണ്. നീ എന്തിനാ അവിടെ പോയി ഒരുപാട് നേരം ഇരിക്കണേ? ഇന്ന് സഹോദരൻ മൊബൈലിൽ നിന്ന് ബാത്റൂമിന്റെ അകത്ത് പോയിരിക്കുക. അപ്പൊ കാമുകന് മെസ്സേജ് ഇടുന്നത് അതിനകത്തിരുന്ന, പിന്നെ ശൈത്താൻ കൂടിയില്ലെങ്കിലല്ലേ ഉള്ളൂ. അവസാനം എന്റെ അടുത്ത് ചോദിച്ചു, എന്തേ ഉസ്താദ് ചെയ്യേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു, ഒറ്റ വഴിയുള്ളൂ, തല്ലി മടുത്തു ഉസ്താദ്. ബാത്റൂമിന്റെ വാതിലൊക്കെ പൊട്ടി, എന്നിട്ട് എന്റെ മൂക്ക് മാറ്റമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഒരു വഴിയേ ഉള്ളൂ, ഒരു വഴിയേ ഉള്ളൂ. 2 ബക്കറ്റ് വെള്ളം എടുത്ത് ബാത്റൂമിൽ വെക്കണം ഇവള് കുളിക്കാൻ കയറുമ്പോ, എന്നിട്ട് പോയി വാൽവ് അങ്ങ് അടയ്ക്കണം. കുളിക്കുന്നെങ്കിൽ ആ വെള്ളത്തിൽ കുളിക്കട്ടെ, ഇല്ലെങ്കിൽ അവള് കുളിക്കണ്ട. അങ്ങനെ തന്നെ, വേറെ വഴിയൊന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത്, വസ്വാസമുള്ള പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് 2 ബക്കറ്റ് വെള്ളം എടുത്തു കൊടുക്കണം. ഈ വെള്ളത്തിൽ കുളിച്ച് ശുദ്ധിയാകുമെങ്കിൽ ശുദ്ധിയായാൽ മതി, ഇല്ലെങ്കിൽ കുളിക്കണ്ട. അങ്ങനെ തന്നെ നടന്നു, വാൾ വടച്ചേക്കണം, വേറെ ഒരു വഴിയില്ല. അങ്ങനെ നിന്റെ മോള് ആ വെള്ളത്തിൽ കുളിച്ചു പഠിക്കണം. അപ്പൊ അവക്ക് മനസ്സിലൊരു ധാരണയാണ്, ഒതുവെടുക്കാൻ ഒരു പാത്രം വെള്ളമേ കൊടുക്കാവൂ, ബക്കറ്റും കൊടുക്കരുത്. ഒരു പാത്രം വെള്ളത്തിൽ എന്നിട്ട് നിസ്കരിക്കാൻ നിൽക്കുമ്പോ പുറകിൽ പോയി നിൽക്കണം. നല്ല ചൂലും എടുത്തോണ്ട് നിൽക്കണം. സൗണ്ട് വെളിക്കിട്ട് അവിടെ ഇട്ട് കൊടുക്കണം. അങ്ങനെ അടിച്ച ശൈത്താനെ പുറത്താക്കണം. ഈ സൂറത്ത് മക്കൾക്ക് എപ്പോഴും ഓതി കൊടുക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചിരിക്കൊന്നും വേണ്ട, ഇത് വരാൻ വലിയ താമസമൊന്നും ഇല്ല. കണ്ടിട്ടില്ലേ ഹൗദിന്റെ കരയില് അള്ളാഹുവിനെ ബാങ്കം വിളിച്ച് നിസ്കാരവും കഴിഞ്ഞ് പോയ ഞാൻ ഈ ഒരിടത്ത് പോയി, എന്റെ നാട്ടിൽ പത്തനാപുരത്ത് മഗ്രിബ് നിസ്കാരത്തിന് ഒരു റക്അത്ത് കഴിഞ്ഞാ പോയ. അവസാനം പടച്ചോനെ, ഞാൻ ഇമാമു സലാം വീട്ടിട്ട് ഞാൻ എഴുന്നേറ്റ് നിസ്കരിച്ചു. അത്തഹിയാത്തിലിരിക്കുമ്പോ ഞാൻ സലാത്ത് പറയും. ഞാൻ അത്തഹിയാത്തിൽ ഇരുന്നിട്ട് അടുത്തിരുന്നിട്ട് ഒരാള് അല്ലാഹും അവിടെ ഇങ്ങനെ കൈ ഇറക്കൊണ്ടിരിക്കുക. അവിടെ യുദ്ധം നടക്കാൻ അല്ലാഹും. എന്റെ ഒന്നാമത് തെറ്റി, വീണ്ടും ആദ്യം പോലെ ഓതാൻ തുടങ്ങി. രണ്ടാമത് തെറ്റി, എനിക്ക് അവസാനം ഞാൻ നിസ്കാരം അസ്സലാമു അലൈക്കും തിരിഞ്ഞു നോക്കിയപ്പോ ഒരു ചെറിയ പയ്യൻ 10-12 വയസ്സുള്ളൂ. ഓനായിരുന്നിട്ട് ഇങ്ങനെ കറക്കണത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്താണ് ഒലുവെന്നറിയും? പഠിച്ചോ. എന്താ ഒലുവ്? ഒലുവെടുക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് 70,000 മലക്കുകൾ അടങ്ങുന്ന ഒരു സൈന്യവുമായിട്ട് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നു. റസൂലുള്ളാഹിന്റെ മുന്നിൽ ഒരു സിംഹാസനം കൊണ്ടുവന്നിട്ടു. എന്നിട്ട് അതിനകത്ത് കയറിയിരിക്കുകയാണ്. എന്നിട്ട് തന്റെ ചിറക് കൊണ്ട് ഭൂമിയിൽ അടിക്കുകയാണ്. അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ പൊട്ടുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഉളുവെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് കണ്ടുപഠിച്ചോ നബിയേ. ജിബ്രീൽ ഉളുവെടുത്ത് കാണിച്ചു കൊടുത്തു. ഉളുവെടുക്ക് നബിയേ. മുത്തുനബി അതുപോലെ ഉളുവെടുത്ത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ, എങ്ങനെയാണ് ഉളുവെടുക്കേണ്ടതെന്ന് പഠിച്ചോ സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഉളുവെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. സഹാബികൾ എല്ലാവരും കണ്ടുപഠിച്ചു, എല്ലാവരും ഉളുവെടുത്തു. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സഹാബത്തെ, ആരെങ്കിലും ഞാൻ ഉളുവെടുത്ത് കാണിച്ചു തന്നതുപോലെ നിങ്ങൾ ആരെങ്കിലും ഉളുവെടുത്താൽ അല്ലാഹു നിങ്ങളുടെ പാപം പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉളുവെടുത്താ കിട്ടുന്ന പ്രതിഫലം, ഉളുവെടുത്താ കിട്ടുന്ന പ്രതിഫലം. പെങ്ങളെ, നീ അതാ കൈ കഴുകുമ്പോൾ കൈകൊണ്ട് ഒരുപാട് പാപം നീ ചെയ്തതല്ലേ മോളെ? ഒരുപാട് പാപങ്ങൾ പിടിച്ചതല്ലേ? ഒരുപാട് പാപങ്ങൾ അല്ലാഹുവേ മൊബൈലിലൂടെ നീ മെസ്സേജ് എഴുതിയത് ഈ കൈകൊണ്ടാണ്. ഈ കൈകൊണ്ടാണ്. അല്ലാഹു പൊറുക്കാൻ പാടില്ലാത്ത പല പാപങ്ങളും ചെയ്തു പോയത് ഈ കൈകൊണ്ടാണ് പെങ്ങള്.
കാണാ പാടില്ലാത്തത് അല്ലാഹുവേ നിന്റെ മുഖം കഴുകുമ്പോൾ ഈ കണ്ണുകൊണ്ട് ഹറാം കണ്ടവനാണ്, ഈ കണ്ണുകൊണ്ട് സെക്സ് കണ്ടവനാണ്, അന്യ പെണ്ണിന്റെ ഔറത്ത് കണ്ടവനാണ്. മോനെ ഈ കണ്ണ് നിനക്ക് കഴുകി ശുദ്ധമാക്കണ്ടേടാ ചെറുപ്പക്കാരാ. മുഖം കഴുകുമ്പോൾ കണ്ണ് കഴുകുമ്പോൾ കണ്ണുകൊണ്ട് കണ്ട പാപമാ. ഈ നാവ് കൊണ്ട് എത്രയോ വൃത്തികേടുകൾ പച്ച സെക്സ് പാതിരാത്രിയിലെന്ന് പറഞ്ഞവനല്ലേ, എത്രയോ ചീത്ത വിളിച്ചിട്ടുണ്ട്, എത്രയോ അന്യബന്ധ ഇറച്ചി നിന്നതെല്ലാം ഈ നാവ് കൊണ്ടല്ലേ ചെറുപ്പക്കാരാ. വാ കഴുകുമ്പോൾ മോനെ നിന്റെ നാവ് കൊണ്ട് പറഞ്ഞ പാപമാട്, ചെവി കഴുകുമ്പോൾ ചെവി കൊണ്ട് കേട്ട പാപമാട്, കാല് കഴുകുമ്പോൾ കാലുകൊണ്ട് നടന്ന പാപങ്ങളാട്. ഒന്നുപെടുത്ത് കഴിയുമ്പോ നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരികയാ. എന്തിനാടാ ഉളുവെടുക്കുന്നത്? എന്തിനാ മോനെ ഉളുവെടുക്കുന്നത്? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുന്നിസ്സത്തായ റബ്ബിനെ കാണാനല്ലേടാ, അല്ലാഹനെ കാണാനല്ലേ മോനെ ഉളുവെടുക്കുന്നത്? അല്ലാഹനെ കാണാനാ ഉളുവെടുക്കുന്നത്, അല്ലാഹന്റെ മുന്നിൽ നിൽക്കാനാ ഉളുവെടുക്കുന്നത്. അതുകൊണ്ടാണ് മഹാന്മാർ ഹൗദിന്റെ കരയിൽ നിന്ന് ഉളുവെടുക്കുമ്പോ കണ്ണിലൂടെ കണ്ണുനീര് വരികയാ, കൈകാല് വിറയ്ക്കുകയാ. എന്തിനാ തങ്ങള് ഉളുവെടുക്കുമ്പോ എന്തിനാ കരയുന്നത്? മോനെ അല്ലാഹനെ കാണാനാടാ, എന്റെ റബ്ബിനെ കാണാനാണ് ഞാൻ ഉളുവെടുക്കുന്നത്. എങ്ങനെ കരയാതിരിക്കും ചെറുപ്പക്കാരാ? എന്റെ റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കാനാണ്. ഈ പാപവുമായിട്ട് ഞാൻ എങ്ങനെ പോകാനാ? എന്റെ അല്ലാഹന്റെ മുന്നില് എങ്ങനെ ഒരു പാപിയെ പോലെ ഞാൻ പോയി നിൽക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് മോനെ ഉളുവെടുക്കുമ്പോ സൂക്ഷ്മതയോടുകൂടി ഉളുവെടുക്കടാ ചെറുപ്പക്കാരാ. ഒരു ഉളുവെടുത്ത് കഴിയുമ്പോ ഉമ്മ പ്രസവിച്ചതുപോലെ, നിന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ പാപങ്ങൾ മുഴുവനും അല്ലാഹു കഴുകിക്കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഒന്നുവോ കളിയല്ല, ഒന്നുവോ തമാശയല്ല, നിനക്ക് കോമാളിത്തരം കാണിക്കാനുള്ളതല്ല. പെങ്ങളെ സൂക്ഷ്മതയോടുകൂടി ഉളുവെടുത്ത് പാപങ്ങൾ മുഴുവനും കഴുകിക്കളഞ്ഞിട്ട് ഇനി മുതൽ ഉളുവെടുക്കുമ്പോ നിന്റെ മനസ്സിൽ ചിന്ത വരണം, ഒരിക്കലും തിരുതി കാണിക്കരുത്, ഒരിക്കലും തിരുതി കാണിക്കരുത്. ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, ഈമാനുള്ള ഒരു മനുഷ്യന്റെ അടയാളം 4 എണ്ണമാണ്. ഈമാനുള്ള ഒരു മനുഷ്യന് 4 അടയാളമുണ്ട്. ഈമാനുള്ള മനുഷ്യന് 4 അടയാളമുണ്ട്. ആ 4 അടയാളത്തിൽ ഒരു അടയാളം എന്തെന്നറിയുമോ? സമാധാനത്തോടെ സൂക്ഷ്മതയോടുകൂടി ആരെങ്കിലും ഉളുവെടുക്കുന്നത് കണ്ടാൽ അത് ഈമാനുള്ളതിന്റെ അടയാളമാണെന്ന് ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞു തരുമ്പോ സമാധാനത്തോടുകൂടി ഉളുവെടുക്കൂ. നീ ഉളുവെടുത്തിട്ട് ചെറുപ്പക്കാരാ പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിച്ചാൽ 27 ഇരട്ടി പ്രതിഫലം കിട്ടുമെന്ന ആഗ്രഹത്തോടെ നീ അതിനു വേണ്ടിയാണ് പള്ളിയിൽ പോകുന്നത്. പക്ഷേ ഉളുവെടുത്തിട്ട് പള്ളിക്കകത്ത് കടന്നു ചെല്ലുമ്പോ നമസ്കാരം തീർന്നു പോകുമോ എന്ന ഭയത്തിലല്ലേ നീ അലസത കാണിക്കുന്നത്? എങ്ങനെ ചെറുപ്പക്കാരാ മോനെ ധൃതിയിൽ ഉളുവെടുത്ത് നേരെ ഉളുവെടുക്കാതെ പള്ളിക്കകത്ത് പോയി പടച്ച റബ്ബിനെ കളിയാക്കിയാൽ മരിക്കുന്ന സമയത്ത് നിനക്കില്ല പറഞ്ഞു മരിക്കാൻ നിനക്ക് കഴിയില്ല. നിന്റെ ആഖിബത്ത് മോശമാണ്. ദുനിയാവും പോയി ആഖിറത്തും എന്തിനാ നഷ്ടപ്പെടുത്തുന്നത്? പക്ഷേ സമാധാനത്തോടുകൂടി ഉളുവെടുത്തിട്ട് പള്ളിക്കകത്ത് കയറി ചെന്നപ്പോ ഇമാ സലാം വീട്ടിയാൽ അല്ലാഹു നിനക്കാ പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരോട് മലക്കുകളെ സ്നേഹിക്കണോ? ശുദ്ധിയായിട്ട് നടക്ക്, ശുദ്ധമായിട്ട് നടക്ക്, ഉളുവെടുത്തിട്ട് നടക്ക്. ഉളുവെടുക്കുമ്പോ സൂക്ഷ്മത പുലർത്ത്. കിടന്നുറങ്ങുന്ന സമയത്ത് ഉളുവോടുകൂടി കിടന്നുറങ്ങ്. വെറുതെ ഉറങ്ങല്ലേ,
വെറുതെ ഉറങ്ങല്ല്. ഒതുവെടുത്തിട്ട് വേണം കിടന്നുറങ്ങാൻ. ആരെങ്കിലും ഒതുവോടുകൂടി കിടന്നുറങ്ങിയാൽ നബി അവിടെ നിന്ന് പറയുന്നുണ്ട്, മൻബാത ത്വാഹിറൻ ബാത ഫീ ശിആരിഹി മലകുൻ ലാ യസ്തൈഖിദു സഅതൻ മിനൽ ലൈൽ ഇല്ലാ ഖാല മലകുൻ അല്ലാഹുമ്മഗ്ഫിർ ലി അബ്ദിക ഫുലാൻ. ഞാനോ നിങ്ങളോ ഒതുവെടുത്തിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ തലയുടെ ഭാഗത്തൊരു മലക്ക് നിൽക്കുകയാണ്, തലയുടെ ഭാഗത്തൊരു മലക്ക് നിൽക്കുകയാണ്. എന്നിട്ട് പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് ആ മലക്ക് ദുആ ചെയ്യുന്നു, അല്ലാഹ് ശുദ്ധിയോടുകൂടി കിടക്കുന്ന ഈ ചെറുപ്പക്കാരന് ഇവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാഹ്, ഇവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാഹ്, ഇവന് ഇബാദത്തിന്റെ കൂലി കൊടുക്കണേ അല്ലാഹ്. മലക്കുകൾ ദുആ ചെയ്യുകയാണ്. ഒന്നുകൂടി കിടന്നാൽ, ഒന്നുകൂടി കിടന്നാൽ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ചെറുപ്പക്കാരാ, ഒന്നുമെടുത്തിട്ട് കിടന്നുറങ്ങടാ. ആ കിടപ്പിൽ കിടന്ന് മരിച്ചു പോയാൽ നീ എത്ര വലിയ ഭാഗ്യവാനെന്നറിയുമോ, നിന്റെ മഹത്വം എന്തെന്നറിയുമോ. ഒന്നുകൂടി മരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? ഒന്നുകൂടി മരിക്കലേറ്റം മെച്ചമാ ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. മോനെ 1,24,000 പരം വരുന്ന അംബിയാ മുർസലീങ്ങള് പ്രവാചകന്മാര്, ആദം നബി, നൂഹ് നബി, മൂസാ നബി, ഈസാ നബി, ഇബ്രാഹിം നബി, ദാവൂദ് നബി, യാക്കൂബ് നബി, യൂനുസ് നബി, യൂസുഫ് നബി, സുലൈമാൻ നബി, യഹ്യാ നബി, ഹാറൂൻ നബി, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള സർവ്വ പ്രവാചകന്മാർക്ക് വഹീമായിട്ട് ഇറങ്ങി വന്ന മലക്കുകളുടെ നേതാവ്, മലക്കുകളുടെ നേതാവ്, നമ്മൾ കാണാൻ കൊതിക്കുന്ന മലക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യവാ. നിനക്ക് സാധാരണ മരണമല്ല, ഒന്നുമെടുത്തിട്ട് കിടക്കുന്ന വേളയിലാണ് നീ മരിക്കുന്നതെങ്കിൽ. അതുകൊണ്ടാണ് മരണത്തിന്റെ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യര് നിങ്ങൾ ഒന്നുമെടുത്ത് കൊടുക്കണേ എന്ന് വെറുതെയല്ല പറഞ്ഞത്. കാരണം ഒന്നുകൂടി മരിച്ചാൽ ജിബ്രീലിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ്. മലക്കുൽ മൗത്ത് അനുയായികളും കടന്നു വരുമ്പോ ആ സമയത്ത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിന്റെ സാന്നിധ്യം ഉണ്ടാകും. ആ മലക്കിനെ കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യവാ. അതുകൊണ്ട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ നാളെ ഉളുവെടുക്കുന്നവരുണ്ടല്ലോ, നാളെ ഉളുവെടുത്തവരുണ്ടല്ലോ, അവര് നാളെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ അവരുടെ ഉളുവെടുത്ത സ്ഥലങ്ങൾ നാളെ പ്രകാശിക്കും. മുഹമ്മദ് മുസ്തഫ നാളെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ മുഖം പ്രകാശിക്കുന്നവരായ രീതിയിൽ കടന്നു വരും. അള്ളാഹു നമുക്ക് ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒലുവെടുക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കണം, ഒലുവെടുക്കുമ്പോ സൂക്ഷ്മതയോടുകൂടി ഒലുവെടുത്താൽ അത് ഈമാനുള്ളതിന്റെ അടയാളം, അല്ലാതെ തഴമ്പിലും താടിയിലൊന്നും യാതൊരു കാര്യമില്ല. നിസ്കാരപ്പായി കൊണ്ടിട്ട് ഒരച്ച തഴമ്പ് വരും, താടിയുണ്ട്, പ്രസംഗിക്കും, ഉസ്താദന്മാരാ, ഖുർആൻ ഓതും, എല്ലാം ഉണ്ട്, വഅദ് പറയും, ഒക്കെ ചെയ്യും. പക്ഷേ ഈമാനുള്ളതിന്റെ അടയാളം ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞത്, ഹൗദിന്റെ കരയിൽ നിന്ന് സമാധാനത്തോടുകൂടി അൽഹംദുലില്ലാഹ് സൂക്ഷ്മതയോടുകൂടി ഒരു മനുഷ്യൻ ഒതുവെടുത്ത അവൻ ഈമാനുള്ളതിന്റെ അടയാളമാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ സമാധാനത്തോടുകൂടി ഒതുവെടുക്ക്. നീ ഒതുവെടുത്തിട്ട് പള്ളിക്കകത്ത് കയറി പോയപ്പോ ഇമാം സലാം വീട്ടിയാലും നിനക്ക് അല്ലാഹ് പ്രതിഫലം തരും. അല്ലാതെ നീ ഇത് രണ്ടും കളയുന്ന എന്തിനാ? അതുകൊണ്ട് സഹോദരങ്ങളെ, കഴിവിന്റെ പരമാവധി ഒലുവെടുത്തുകൊണ്ട് നടക്കാൻ ശ്രമിക്ക്. ഒലുവെടുക്കുമ്പോൾ സൂക്ഷ്മത പുലർത്ത്. ഒലുവോടുകൂടി കിടന്നുറങ്ങുക. അതാ ഒലുവോടുകൂടി കിടന്നുറങ്ങിയ നീ എഴുന്നേക്കുന്നത് വരെ മലക്ക് നിന്റെ തലയുടെ ഭാഗത്ത് നിന്ന് ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മലക്കിന്റെ ദുആ കിട്ടും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ പണ്ടാരോ ഒരു പ്രഭാഷകൻ വഅദ് പറഞ്ഞു ഒലുവെടുത്തിട്ട് കിടന്നുറങ്ങണമെന്ന്. ഒലുവോടുകൂടി കിടന്നുറങ്ങിയാൽ ഇബാദത്തിന്റെ കൂലി ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ രാത്രി വീട്ടിൽ പോയി ഒലുവെടുത്തിട്ട് ഭാര്യ എടുത്ത് പറയും, എന്നെ തുടർന്ന് നീങ്ങിക്കട, രണ്ടുപേരും രണ്ട് തട്ടിൽ. ഭാര്യയെ തൊടാൻ പോലും അനുവദിക്കുന്നില്ല. ചില പെണ്ണുങ്ങളുണ്ട് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ കടന്നാ പിന്നെ ഒലുവെടുത്തിട്ട് ഒലു മുറിയണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കടന്നാ പിന്നെ അവസാനം എല്ലാം മുറിഞ്ഞു പോകും, കുടുംബ ബന്ധം വരെ മുറിഞ്ഞു പോകും. അങ്ങനല്ല, നിന്റെ അടുത്ത് കിടക്കുമ്പോഴല്ലേ ഒലുവെടുത്തിട്ട് കിടക്കാൻ പറഞ്ഞത്? നിങ്ങളോട് കിടക്കുന്ന സമയത്തല്ലേ ഒലുവെടുത്തിട്ട് കിടക്കാൻ പറഞ്ഞത്? ഉറങ്ങിക്കഴിഞ്ഞാൽ ഒലു മുറിയും, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഒലുവെടുത്തിട്ട് കിടക്ക്. കിടന്നാൽ മലക്കുകൾ ദുആ ചെയ്യും. അല്ലാതെ നെഞ്ചിന്റെ മുകളിൽ മൊബൈലും കയറ്റി വെച്ച് സിനിമയും കണ്ട് ചാറ്റും ചെയ്ത് വയലും പറഞ്ഞു
പറഞ്ഞ് മരിച്ച ആളെ അങ്ങനെ തന്നെ അള്ളാഹിന്റെ കോടതിയിലും വരണം. അതും കൂടെ ആലിക്കണം. ഒരു മനുഷ്യൻ എങ്ങനെയാണോ മരിക്കുന്നത് ആ മരിക്കുന്ന അതേ അവസ്ഥയിലാണ് നാളെ പരലോകത്ത് കടന്നു വരുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാമുകൻ IMO-യിലൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടാ മരിച്ചെങ്കിൽ നാളെ മൊബൈൽ ചെവിയിട്ടാ വരണം. അതുകൂടെ ആലിക്കണം കേട്ടാ. കാമുകനോട് വയല് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ ആ രംഗത്തിൽ കിടന്നൊക്കെ മരിച്ചുപോയാ. അതുകൊണ്ടാ പറഞ്ഞത് നന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോ മരിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, രണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മലക്കുകൾ ഇഷ്ടപ്പെടുന്ന രണ്ടാമത്തെ വിഭാഗം എന്റെ പ്രിയപ്പെട്ടവരെ ഒതുവെടുക്കുന്നവർ, ശുദ്ധിയോടുകൂടി നടക്കുന്നവർ, ദായിമുൽ വുളൂ, അൽഹംദുലില്ലാഹ്, അവരെ മലക്കുകൾ ഇഷ്ടപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 2, 3 നിർത്താറായ 12 മണിയായപ്പ നിങ്ങളൊക്കെ രാവിലെ അത്താഴം കഴിച്ചില്ലേ? എന്റെ അത്താഴം വെറുതെ കളയായിരുന്നു രാവിലെ. തലശ്ശേരി എപ്പോഴും തലശ്ശേരിക്ക് വടകര വെച്ചാന്ന് തോന്നി എടുത്ത് കളഞ്ഞത്. കാരണം എന്താ, കഴിച്ചില്ല, ഉറങ്ങിപ്പോയി. അപ്പൊ നിങ്ങളൊക്കെ നല്ല കഴിച്ചിട്ടിരിക്കല്ലേ? ശരി, ഈ വിശപ്പ് എന്താ? ഇതൊന്നൊരു വിശപ്പല്ലല്ലോ. ഇതൊക്കെ എന്ത് വിശപ്പ്? പട്ടിണി കിടക്കണ എത്രയോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 3 വർഷമല്ലേ പച്ചരയും പറിച്ചിട്ട് കിടന്നത്. നമുക്ക് എന്തിപ്പ ഇല്ലേ? എന്ത് നോമ്പ് ഇന്നൊക്കെ, എന്ത് നോമ്പ്? ഇത് വെറുതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരിക്കും. എന്നിട്ട് ഇതിനെല്ലാം കൂടെ പ്രതികാരം. സാധാരണയാണെങ്കിൽ നമ്മൾ 3 നേരം തിന്നും, 3 നേരം ആഹാരവും 2 നേരം ചായ. ഇപ്പൊ റമളാൻ മാസം എത്തിക്കഴിഞ്ഞാ നോക്കിയേ, നോമ്പ് തുറക്കുമ്പോ ഒരു തീറ്റി, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞൊരു തീറ്റി, തറാവി കഴിഞ്ഞിട്ടൊരു തീറ്റി, പിന്നെ രാത്രി മുഴുവനും തീറ്റി, രാവിലെ അത്താഴത്തിനൊരു തീറ്റി, ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇത്തിരി കൂടെ കുടിച്ചിട്ടാ നമ്മൾ. എത്ര തീറ്റി! ഓ അല്ലാഹ് പടച്ചോനെ, ആ നോമ്പ് മുറിക്കണ സമയത്ത് വസ്വാസാണ് ഏതടിക്കണമെന്ന് വിളമ്പി വെച്ചിരിക്കല്ലേ. ഇങ്ങനെ വെച്ചിരിക്ക, ഏത് കഴിക്കണമെന്ന്. അല്ലാഹു നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അപ്പൊ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കോ. താത്തമാരൊക്കെ ഒന്ന് പൊക്ക്. വേണ്ട താല്പര്യമോ? പിന്നെ വേണേ നല്ല പൊക്കിക്കോ. ഈ ഒറ്റ കൈ പൊക്കിയതിന്റെ പേരിലായിരിക്കും അള്ളാഹു സ്വർഗം തരുന്നത്. പൊക്കിക്കോ. താല്പര്യമുള്ളവരൊക്കെ സ്റ്റേജിൽ ഇരിക്കണവർക്കും പൊക്കാൻ കേട്ടോ. ആ പൊക്കിയ കയ്യിലൊരു മോതിരം കിടക്കുന്നുണ്ട്, അതിങ്ങോരുത്ത. എന്തുപ്പാ? ഓ പിന്നെ ഓസിനങ്ങ് പോവാന്ന് വിചാരിച്ചില്ലേ? അല്ല തുറന്നിട്ടിരിക്കുക, 8 കവാടവും തുറന്നിട്ട് വിളിക്കുക, വാ ഓസിന് കയറി പോകാം വാന്ന് പറഞ്ഞ് വിളിക്കും. കഷ്ടപ്പാടില്ലാതെ സ്വർഗം കിട്ടൂല താത്ത. സ്വർണ്ണൊക്കെ ഊരി വെച്ചോ. അൽഹംദുലില്ലാഹ്. നാളെ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ 99 പേര് പറഞ്ഞിട്ട് നമുക്ക് റബ്ബിന്റെ മുന്നിൽ ദുആ ചെയ്യാം. എല്ലാരും അൽഹംദുലില്ലാഹ്, എല്ലാരും ഇൻഷാ അല്ലാഹ്. സഹോദരിമാരൊക്കെ, ഇത് നിങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു ചാൻസ്. റബ്ബ് തരുന്ന അവസരമാ, പാഴാക്കി കളയരുത്. നാളെ വരുമ്പോ ഇൻഷാ അല്ലാഹ്, ഇന്ന് ഞാൻ പിരിക്കുന്നില്ല, ഇന്ന് ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങളൊക്കെ ഉസ്താദ് ബഷീർ ഉസ്താദിന്റെ കയ്യിൽ, ഉസ്താദിന്റെ അറിയാമല്ലോ, ഉസ്താദിനൊക്കെ, ഉസ്താദിന്റെ വാപ്പായൊക്കെ അൽഹംദുലില്ലാഹ്, മാണീർ ഉസ്താദൊക്കെ. സാധാരണ ഉസ്താദിനെ ഒന്ന് ദുആയ്ക്ക് കിട്ടണമെങ്കിൽ തന്നെ എത്ര വിളിക്കണം എന്നറിയാം. ഉസ്താദിനെ ഒന്ന് ദുആയ്ക്ക് തന്നെ കിട്ടണമെങ്കിൽ വലിയ പാടാ. അത്രയ്ക്കും ഉള്ള ഉസ്താദ് ഇവിടെ വന്നിട്ട് വഅദ് പറഞ്ഞിട്ട് ദുആ ചെയ്യണമെങ്കിൽ അത് വലിയൊരു ഭാഗ്യമാണ്. അത് പിന്നെ മകന്റെ റെക്കമെൻഡേഷനിൽ കിട്ടിയതായിരിക്കും. അൽഹംദുലില്ലാഹ്. ഉസ്താദിന്റെ ഒരു വഅദ് ഞാനത് കേൾക്കണം. ഉസ്താദ് അങ്ങനെ വഅദ് പറയാറില്ല, ചെറിയ നസീഹത്ത് നടത്തും. വയ്യെങ്കിലും പടച്ചോനെ രാത്രിയൊക്കെ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ 11 മണി 12 മണി എത്ര ആണെങ്കിലും ഇങ്ങനെ ഇരിക്കും. പാവം മോനെ, ഉറങ്ങിയില്ല മോനെ, അയ്യ മോനെ, പാവം. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. അറിയോ? ഒന്ന് ഓദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ بما شاء وسع كرسيه السماوات والأرض ولا يعوده حفظهما وهو العلي العظيم. സദഖല്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആയത്തുൽ കുർസി അറിയില്ലേ? കൈവക്കി അറിയണവരൊക്കെ നോനെ ഓടിച്ചേക്കണം കേട്ടാ. നോനെ വീട്ടിൽ നിന്നും സർവ്വെടുത്തുനിന്ന് ഓടിച്ചേക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഈ ആയത്തിന് രണ്ടാമൊരു പ്രതിഫലമുണ്ട്.
രണ്ടാമത്തെ പ്രതിഫലം, ആരെങ്കിലും ആയത്തുൽ കുർസി ഓതുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ആയത്തുൽ കുർസി ഓതുകയാണെങ്കിൽ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമെന്ന ഒരു മറയല്ലാതെ മറ്റൊരു മറയുമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ ആയത്തുൽ കുർസി ഓതുകയാണെങ്കിൽ എല്ലാ ദിവസവും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അബൂ ഉമാമത്തുൽ ബാഹിരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഏതെങ്കിലും മനഖറ ആയത്തുൽ കുർസി, ഏതെങ്കിലും ഒരു മനുഷ്യൻ ആയത്തുൽ കുർസി എല്ലാ ദിവസവും ഓതുകയാണെങ്കിൽ അല്ലാഹ് സ്വർഗം നിർബന്ധമാണ് ചെറുപ്പക്കാരാ, സ്വർഗം നിർബന്ധമാണ് പെങ്ങളെ. ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ട് വിഭാഗത്തെ നമ്മൾ പഠിച്ചു. മലക്കുകൾ ഇഷ്ടപ്പെടുന്ന രണ്ട് വിഭാഗം. മൂന്നാമതൊരു വിഭാഗമുണ്ട്. ബാങ്ക് വിളിക്കുന്നവരെ പറയാലോ ബാങ്ക്. മൂന്ന്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചിരിക്കുന്നത് കണ്ടപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിച്ചു, എന്തിനാ നബിയേ ചിരിക്കുന്നത്? പ്രവാചകൻ സാധാരണ ചിരിക്കാറില്ല, എന്തെങ്കിലും കാരണമില്ലാതെ മുത്തുനബി ചിരിക്കാറില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചിരിച്ചപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, എന്തിനാ നബിയേ ചിരിക്കുന്നത്? ആ സമയത്ത് പ്രവാചകൻ പറയുന്നു, ആയിഷ റഅയ്തു ഫിൽ ജന്നതി ബാരിഹ വസമിഅ സൗത ഖാരിആ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, ഇന്നലെ ഞാൻ സ്വർഗ്ഗം കണ്ടു ആയിഷ, ഇന്നലെ ഞാൻ സ്വർഗ്ഗം കണ്ടു ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗ്ഗത്തിലൂടെ നടക്കുകയാണ്. പടച്ചുറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗത്തിലെ പഴങ്ങളും സ്വർഗ്ഗത്തിലെ കൊട്ടാരങ്ങളും സ്വർഗ്ഗത്തിലെ അരുവികളും സ്വർഗ്ഗത്തിലെ പൂന്തോട്ടങ്ങളും സ്വർഗ്ഗത്തിലെ എല്ലാ അനുഗ്രഹം പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചുറപ്പിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ, ആ സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ മുത്തുനബി ഇങ്ങനെ നടന്നു പോകുമ്പോ ആയിഷ സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരം കാണുകയാണ്. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്ത് അവിടെ ഒരു കൊട്ടാരം കാണുകയാണ്. ആ കൊട്ടാരത്തിന്റെ അകത്തിരുന്ന് കൊണ്ടൊരു ചെറുപ്പക്കാരൻ ഖുർആൻ ഓതുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത അത്ഭുതമായി. ആരാ പടച്ചവര്? ആരാണ് തമ്പുരാന്? സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്ത് വീട് കെട്ടികെട്ട് വീടിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതുന്ന ചെറുപ്പക്കാരൻ ആരാണ്? തമ്പുരാന്. മുത്തുനബിക്ക് വല്ലാത്ത അത്ഭുതമായി, അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത അത്ഭുതമായി. ഈ പദവി ആർക്കാണ് പടച്ചറപ്പ് കൊടുത്തത്? അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ മലക്കുകൾ വിളിച്ചു പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ ചെറുപ്പക്കാരൻ ആരെന്നറിയുമോ? അത് ഹാരിസത്തു ഇബ്നു നുഅ്മാൻ, അങ്ങയുടെ സ്വഹാബിയാണ്, അങ്ങയുടെ അനുചരനാണ്. പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി, അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത അത്ഭുതമായി. എന്റെ ഹാരിസയോ, എന്റെ ഹാരിസയോ, എന്റെ ഹാരിസാനി പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താണ്? ഹാരിസാരം മലക്കുകൾക്ക് നല്ല പരിചയമാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഹാരിസാരെ അറിയുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഹാരിസാരെ അറിയാത്ത ഒരു മലക്കുമില്ല നബിയേ, ഹാരിസാരെ അറിയാത്ത ഒരു മലക്കുമില്ല. എല്ലാവർക്കും ആ ചെറുപ്പക്കാരെ അറിയാം. അതിന്റെ കാരണമെന്തെന്നറിയുമോ? ബിഅർസാഖിനാ യാ റസൂലല്ലാഹ്, അല്ലാഹു നാളെ സ്വർഗ്ഗത്തിലെ ഭക്ഷണം കൊടുക്കുന്ന ചെറുപ്പക്കാരനാ. ആ ചെറുപ്പക്കാരന് അല്ലാഹ്
നാളെ സ്വർഗത്തിൽ വെച്ച് ഭക്ഷണം കൊടുക്കുന്ന ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പരിചയമാണ് നബിയേ, ഞങ്ങൾക്ക് ആ ചെറുപ്പക്കാരന് നല്ലതുപോലെ അറിയാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ആയിഷ, ആ ചെറുപ്പക്കാരൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം, ആ ചെറുപ്പക്കാരൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് സ്വന്തമായിട്ടൊരു വീട്, സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് സ്വന്തമായിട്ടൊരു വീട്, നാളെ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കടിക്കാറുള്ള ഭാഗ്യവും അല്ലാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു വീട്, കണ്ണൂർ ടൗണിലല്ല, കണ്ണൂർ ടൗണില് ഒരു വീട് വെക്കണമെങ്കിൽ പൈസ മാത്രം മതി. പൈസ ഉണ്ടെങ്കിൽ വെക്കാം, പക്ഷേ മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്, അതിലേക്കു നീയൊരു പാസുതാമന്നാരേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. കോടികൾ കൊടുത്താൽ സ്വർഗത്തിൽ വീട് കിട്ടൂല. അള്ളാഹിനോട് പറയാൻ പ്രശ്നം കോടിക്കണക്കിന് രൂപ തരാൻ സ്വർഗത്തിൽ ഒരു വീട് കിട്ടൂല. അപ്പൊ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു നല്ല ഒരു ഭവനം, രണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇത് രണ്ടും വേണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവക്കുക. സ്വർഗത്തിലൊരു വീടും വേണ്ടേ വേണ്ടേ നേരെ ഇരുന്ന് എല്ലാരും നേരെ ഇരുന്നെങ്കിൽ നല്ലപോലെ ഇതിങ്ങനെ ഒടിഞ്ഞു കുത്തി കബറിൽ പോയി കിടന്ന് റെസ്റ്റ് എടുത്തോ, നാളെ മുതൽ അവിടെ പോയി കിടക്കാം. അവിടെ എന്ന് പറഞ്ഞാൽ പിന്നെ റെസ്റ്റ് തന്നെ. വല്ലാത്ത റെസ്റ്റ് കൊണ്ട് കിടത്തി കഴിഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ അവിടെ കിടക്കണം. അള്ളാഹു വേല എങ്ങനെ കിടക്കും? അള്ളാഹു അവിടെ നല്ലതാക്കി തരുമാറാകട്ടെ, അള്ളാഹു അവിടെ നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ സ്വർഗത്തിൽ ഒരു വീടും വേണം, സ്വർഗത്തിൽ അള്ളാന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചു കഴിക്കണം. ആഗ്രഹം ഉണ്ടോ? ഉണ്ടോ? ഒന്ന് പൊക്കിക്കുക, രണ്ട് കൈയും പൊക്കിക്കുക. ആഗ്രഹമുള്ളവർ രണ്ടും വേണമല്ലോ. അൽഹംദുലില്ലാ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു സ്വർഗത്തിൽ ആദ്യം കഴിക്കാൻ തരുന്ന ഭക്ഷണം ഏതാ? കുഴിമന്തി ആയിരിക്കും കേട്ടോ. അള്ളാഹു നാളെ സ്വർഗത്തിൽ ഒരു മനുഷ്യന് അള്ളാഹു ആദ്യമായിട്ട് കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണം മീനിന്റെ പൊരിച്ച കരളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്താ കഴിക്കാൻ തരാ? പറ, എന്താ കഴിക്കാൻ തരാ? പറ ചങ്ങാതി, എന്താ കഴിക്കാൻ തരാ? മീനിന്റെ പൊരിച്ച കരള്. തിന്നിട്ടുണ്ടാ? ഇനി മുതൽ മീനിന്റെ കരള് കണ്ടുപിടിക്കണം കേട്ടാ. ഇനി മീൻ വെട്ടുമ്പോ ഇന്നും വരെ ചിന്തിക്കും, എവിടെ അള്ളാണ് ഇത്ര കാലം കൊണ്ട് മീൻ വെട്ടുന്നുണ്ട്, അതിന്റെ കരൾ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടുപിടിച്ചോ? മീനിന്റെ കരളം കണ്ട് കണ്ടുപിടിച്ചിട്ട് പൊരിച്ചടിച്ചോ. ഇപ്പോഴേ പഠിച്ചോ? സ്വർഗത്തിൽ പോകുമ്പോൾ അള്ളാഹ് ആദ്യം തരുന്ന ഭക്ഷണമാണ്. അള്ളാഹു വാങ്ങിച്ച് കഴിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, ആയിഷ ബീവി റളിയല്ലാഹു തആല, ഇതെന്താ അള്ളാഹു ഇത് കൊടുക്കാനുള്ള കാരണം എന്താ? അവിടെ നിന്ന് പറഞ്ഞു, കദാക്കൽ ബിർറു, തന്റെ വാപ്പയെയും ഉമ്മയും സ്നേഹിച്ചതിന് അള്ളാഹു കൊടുത്ത പ്രതിഫലമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലമാണ്. ഇത് പറഞ്ഞപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, എനിക്ക് എന്റെ വാപ്പാനെയും ഉമ്മാനെയും ഇഷ്ടമാ, എനിക്ക് ഈ പ്രതിഫലം കിട്ടും? അതാ ചോദ്യം. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, എനിക്ക് എന്റെ വാപ്പാനെ ഉമ്മാനെ ഇഷ്ടമാ, അപ്പൊ എനിക്കിത് കിട്ടുമോ? ലോകത്ത് മാതാപിതാക്കളെ സ്നേഹിക്കുന്ന എല്ലാ മക്കൾക്കും ഇത് കിട്ടുമോ? അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ഇല്ല. ഈ ചെറുപ്പക്കാരൻ അള്ളാഹു ഇത് പ്രത്യേകമായിട്ട് കൊടുക്കാനുള്ള കാരണം മാതാപിതാക്കളെ സ്നേഹിക്കുക മാത്രമല്ല ചെയ്തത്, ആ ചെറുപ്പക്കാരനൊരു 3 നല്ല ഗുണം ഉണ്ടായിരുന്നു. നമുക്കില്ലാത്ത 3 ഗുണം, ഇന്നത്തെ മക്കൾക്കില്ലാതെ പോയ 3 നല്ല ഗുണം ആ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ആ ഗുണം ആ ചെറുപ്പക്കാരനുള്ളത് കൊണ്ട് അല്ല ഇത് കൊടുത്തത്. നിനക്കൊണ്ടോ? നിനക്കും അള്ളാഹു തരും. ഈ 3 നല്ല ഗുണം ഏതും മക്കൾക്കുണ്ടോ അവർക്ക് അള്ളാഹു ഈ പ്രതിഫലം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ആ 3 നല്ല ഗുണം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ ഹയാത്താക്കാനും അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ മാതാപിതാക്കളിൽ ആരെങ്കിലും
വീട്ടിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കോ. പാപ്പായോ ഉണ്ട്, ഉമ്മായോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനിപ്പോ എന്താ പൊക്കിക്കോ. അൽഹംദുലില്ലാ, അള്ളാഹു അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിടം അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് 11:20 ബാങ്ക് വിളിക്കാൻ സമയമായി. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ 3 ഗുണം ഏതാണെന്ന് നാളെ പഠിക്കണം. ആ 3 ഗുണം ഏതാണ്? ഇനി മലക്കുകൾ കാണാൻ വരുന്ന 3 വീടുണ്ട്. ഈ ഇരിക്കണ താത്താമാര് ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം, നാട്ടുകാർക്കറിയാം നമ്മുടെ വീട്. പക്ഷെ മലക്കിനറിയാവോ? അള്ളാന്റെ മലക്കുകളെ അള്ളാനോട് പറയൂ അത്ര, പടച്ചവനെ ആ വീട് കാണുന്നില്ലല്ലോ അല്ലാ. നമ്മൾ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രം കാണും. ഇതുപോലെ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ചില വീടുകൾ മലക്കിന് നല്ലതുപോലെ പ്രകാശിക്കുന്ന പോലെ. അപ്പൊ അല്ല ഒരു ദിവസം പ്രകാശം കാണാതെ വന്ന മലക്കുകൾ തിരക്കും അത്ര അള്ളാനോട്, അല്ലാ ആ വീട് കാണുന്നില്ലല്ലോ അല്ലാ, സുഖമില്ലാതെ വല്ലതും കിടക്കുമായിരിക്കും അല്ല, ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. അവിടെ മലക്കുകൾ പറയാ, മലക്കുകൾ അള്ളാനോട് പറയണേ ആ വീട്ടുകാരെ ഒന്നും കാണുന്നില്ലല്ല, ആ പ്രകാശിക്കുന്ന വീട് കാണുന്നില്ല, ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ അല്ല, രോഗം വല്ലാണെങ്കിൽ പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യുമെന്ന് നബിയിന റസൂലുള്ളാഹി. അപ്പൊ ഇന്നിപ്പോ മലക്കുകളെ കൂട്ടുകാരാക്കി. ഇനി മലക്ക് വീട് കാണാൻ വേണ്ടി ഇറങ്ങി വരുന്ന 3 വീടുകളുണ്ട്. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെ ആക്കി തരുമാറാകട്ടെ.